വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് എൻ്റെ ഈ ചട്ടി. ഞാനിന്ന് കൊടകരയിൽ നിന്ന് ഒരു ചട്ടി വാങ്ങിയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയൊക്കെ വെച്ചിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പം ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഞാൻ ഒരു മുരിങ്ങയ്ക്ക ഒഴിച്ചു കൂട്ടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ചട്ടി ഇതാണ്. ഇതും സെയിം ഞാനിങ്ങനെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അതിനെ മയക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മീൻ മാത്രമേ വെക്കത്തുള്ളൂ. അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ചട്ടിക്ക് നമുക്ക് വെജിറ്റബിൾ എന്തെങ്കിലും വെക്കാം. സോ അങ്ങനെ നമ്മൾ മുരിങ്ങയ്ക്ക കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. സോ മുരിങ്ങയ്ക്ക ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ പരിപ്പ് ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മസൂർ ദാലാണ്. ഇനി ഇതും തക്കാളിയും കൂടെ നമുക്കൊന്ന് അടിച്ച് പിന്നെ ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് തേങ്ങയും വറുത്തരച്ചിട്ട് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഒരു ബീട്രൂട്ട് തോരനായാലോ? തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പയറുണ്ട്, അപ്പോൾ പയറുണ്ട്, നമുക്ക് മെഴുക്കും വരട്ടാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് പരിപാടി. കഴിഞ്ഞ് നമ്മൾ കൂട്ടാന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പും തക്കാളിയും പച്ചമുളകും കൂടി നമ്മൾ അടിക്കുകയാണ്. ഇവിടെ പയർ മെഴുക്കുവരട്ടി ഈസ് റെഡി. ഞാനിവിടെ തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബീട്രൂട്ട് പരിപ്പൊക്കെ അടിച്ച് വെച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാനത് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. സോ ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന പച്ച തേങ്ങ ചെറിയ ഉള്ളിയായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓർ നിങ്ങൾക്ക് എന്താ പറയുക തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ എങ്ങനെ വെച്ചാലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ അരച്ച് വെച്ചതാണ്. ഞാനത് അതിൻ്റെ പാലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ആണോ? സോ ഞാൻ തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇസ് ഓൾസോ റെഡി. തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിള വരണം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയ്ക്കായിട്ട് ഒരു ഒഴിച്ച് കറി ഇസ് റെഡി. ഇനി ഇതിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും ഒന്ന് താളിച്ച് ചേർക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇറക്കി കൊടുക്കാം. നല്ല കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വറുത്തിടുകയാണ് ഗൈസ് ഇതിലേക്ക്. സോ നമ്മുടെ മുരിങ്ങയ്ക്ക ഒഴിച്ചു കൂട്ടാൻ ഇസ് റെഡി ഗൈസ്. നല്ല മണമുണ്ട്. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. റെഡിയാണ് ഗൈസ്. ഇതെന്താണെന്നറിയോ? ഇത് വന്നിട്ട് വൈകിൻ്റെ അച്ഛമ്മ കൊടുത്തു വിടുകയാണ്. പുളിയിഞ്ചി നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇടമാങ്ങ, മെഴുക്കുവരട്ടി, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ, മുരിങ്ങയ്ക്ക കൂട്ടാൻ.